ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. നമ്മൾ ആദ്യത്തെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് നോക്കുന്നത്. അത് ആൽക്കഹോളാണ്. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ OH ആണ്. അതായത് ഒരു എക്സാമ്പിൾ നോക്കാം. മീഥൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? CH4 ആണല്ലേ. അത് ഞാനൊന്ന് വരയ്ക്കുകയാണ്. കാർബണും 4 ഹൈഡ്രജനും ഉള്ളതാണ് മീഥൈൻ എന്ന് പറയുന്നത്. ഇതിൽ ഒരു ഹൈഡ്രജനെ നമ്മൾ കളഞ്ഞിട്ട് ഇതിന് പകരം ഒരു OHനെ നമുക്ക് കൊണ്ടുവരാം. അതായത് ആൽക്കഹോൾ ഗ്രൂപ്പിനെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എങ്ങനെയായി മാറും? ഇതേ പിക്ചർ തന്നെ ഇങ്ങനെയായി മാറും അല്ലേ. ഇവിടെ ആൽക്കഹോൾ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഈ മീഥൈൻ ഇപ്പോൾ എന്തായി മാറി? ഒരു ആൽക്കഹോളായി മാറി. അതായത് ഇപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം മാറി. ആൽക്കഹോൾ നമ്മൾ എഴുതുമ്പോൾ OL ചേർത്താണ് എഴുതുക. അതായത് മീഥൈൻ ഇപ്പോൾ എന്തായി മാറി? മെത്തനോളായി മാറി. അതായത് ഇതിൻ്റെ സ്വഭാവം ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഇതുപോലെ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിലേക്ക് ചില ആറ്റങ്ങൾ അല്ലെങ്കിൽ ആറ്റങ്ങളുടെ ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം മാറും. അതിന് പുതിയ പ്രോപ്പർട്ടീസാണ് ഉണ്ടാകുക. ഇത്തരം ഗ്രൂപ്പുകളെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുക. അപ്പോൾ ആൽക്കഹോൾ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. മീഥൈൻ്റെ ഫോർമുല CH4 എന്നായിരുന്നു. ഇതിൻ്റെ ഫോർമുല എന്താണ്? C 3 ഹൈഡ്രജൻ ആണുള്ളത്, H3OH. മെത്തനോൾ എന്നുള്ളത് IUPAC നെയിമാണ്. ഇതിൻ്റെ കോമൺ നെയിം എന്ന് പറഞ്ഞാൽ മീഥൈൽ ആൽക്കഹോൾ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈഥൈൻ നോക്കാം. ഈഥൈൻ്റെ സ്ട്രക്ചറാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഹൈഡ്രജൻ കളഞ്ഞിട്ട് ഞാൻ ആൽക്കഹോൾ ഗ്രൂപ്പ് അതായത് OHനെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഈഥൈൻ എന്തായി മാറി? എത്തനോളായി മാറി. അതായത് ഒരു ആൽക്കഹോളായി മാറി. എത്തനോളാണ് സാധാരണ മനുഷ്യർ കുടിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട മെത്തനോൾ ശരീരത്തിന് പോയിസണസ് ആണ്. അപ്പോൾ IUPAC നെയിമാണ് എത്തനോൾ. അതിൻ്റെ കോമൺ നെയിം എങ്ങനെയായിരിക്കും? ഈഥൈൽ ആൽക്കഹോൾ. ഇതിൻ്റെ ഫോർമുല എന്തായിരിക്കും? C2H5 5 ഹൈഡ്രജൻ ആണുള്ളത്, OH. എപ്പോഴും OH ഈ അറ്റത്ത് തന്നെ വരണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. എവിടെ വേണമെങ്കിലും OH വരാം. ഉദാഹരണത്തിന് ഇത് നോക്കിക്കേ. ഇതിൽ OH എവിടെയാണ്? ഇവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ആൽക്കഹോളാണ്. ഇനി ഇത് ബ്യൂട്ടൈൻ അല്ലേ. ബ്യൂട്ടൈൻ്റെ കൂടെ OHും കൂടി വന്നപ്പോൾ ബ്യൂട്ടനോളെന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ബ്യൂട്ടൈനിൽ തന്നെ OH ഇവിടെ വന്നാൽ അത് വേറൊരു കോമ്പൗണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോൾ അത് വേറൊരു കോമ്പൗണ്ടാണ്. അപ്പോൾ OH ഇരിക്കുന്ന നമ്പർ കൂടി നമ്മൾ എഴുതണം. കാർബണിനെ നമുക്ക് ഈ അറ്റത്ത് നിന്ന് നമ്പർ ചെയ്താൽ 1 2 3 4 അങ്ങനെ കിട്ടും. അതായത് രണ്ടാമത്തെ കാർബണിലാണ് OH ഉള്ളത്. ഈ അറ്റത്ത് നിന്ന് നമ്പർ ചെയ്താൽ 1 2 3 4. അതായത് മൂന്നാമത്തെ കാർബണിലാണ് OH ഉള്ളത്. നമ്മൾ ചെറിയ നമ്പറിംഗ് ആണ് എടുക്കുക. അതായത് രണ്ടാമത്തെ കാർബണിൽ OH കിട്ടുന്ന രീതിക്കാണ് എടുക്കുക. അപ്പോൾ ബ്യൂട്ടാൻ 2 ഓൾ. അടുത്തത് നമ്മൾ നോക്കുന്നത് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ്. കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ COOH ആണ്. ഇത് ശരിക്കും C ഡബിൾ ബോണ്ട് Oയും പിന്നെ ഒരു OHുമാണ്. ഇവിടെ ഞാനൊരു ഹൈഡ്രജൻ കൂടി ചേർത്തപ്പോൾ മെത്തനോയിക് ആസിഡായി മാറി. എന്തുകൊണ്ടാണ് മെത്തനോയിക് എന്ന് പറഞ്ഞത്? കാരണം ഇതിലിപ്പോൾ ടോട്ടൽ ഒരു കാർബൺ അല്ലേ ഉള്ളൂ. ഒരു കാർബൺ വരുമ്പോഴാണ് മെത്ത് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓയിക് ആസിഡ് എന്ന വാക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. മെത്തനോയിക് ആസിഡ്, എത്തനോയിക് ആസിഡ് അങ്ങനെ പോകും. മെത്തനോയിക് ആസിഡ് എന്നതാണ് IUPAC നെയിം. കോമൺ നെയിം എന്ന് പറഞ്ഞാൽ ഫോമിക് ആസിഡ് എന്നാണ്. ഫോമിക് ആസിഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഉറുമ്പിലുള്ള ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ് ആണ്. ഉറുമ്പ് കടിക്കുമ്പോൾ ഫോമിക് ആസിഡ് ആണ് റിലീസ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ഷോർട്ടായിട്ട് എങ്ങനെ എഴുതാം? HCOOH. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്തനോയിക് ആസിഡ് ഒന്ന് വരച്ച് നോക്കാം. എത്തനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 2 കാർബണാണ് ഉണ്ടാകുക. അതായത് ഞാൻ ആദ്യം ഒരു CH3 എഴുതി, അതിൻ്റെ കൂടെ ഒരു COOHും കൂടി ചേർത്താൽ മതി. ഇപ്പോൾ ടോട്ടൽ 2 കാർബൺ ആയല്ലോ. അപ്പോൾ ഇത് എത്തനോയിക് ആസിഡാണ്. ഇതിനെ തന്നെ വിടർത്തി വേണമെങ്കിൽ വരയ്ക്കാം. CHH പിന്നെയോ ഒരു C ഡബിൾ ബോണ്ട് O ഒരു OH. എത്തനോയിക് ആസിഡിനെയാണ് അസെറ്റിക് ആസിഡ് എന്ന് പറയുക. അസെറ്റിക് ആസിഡ് എവിടെയാണുള്ളത്? വിനാഗിരിയിലാണ് ഉള്ളത്. എത്തനോയിക് ആസിഡ് എന്നത് IUPAC നെയിമും അസെറ്റിക് ആസിഡ് എന്നുള്ളത് കോമൺ നെയിമുമാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. CHO ആണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ഇത് വിടർത്തി എഴുതുവാണെങ്കിൽ C ഡബിൾ ബോണ്ട് O പിന്നെയോ ഈ കാർബണുമായിട്ട് ഒരു ഹൈഡ്രജനും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ശരിക്കും ആൽഡിഹൈഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ആൽഡിഹൈഡ് വരയ്ക്കാം. ഇതിൻ്റെ കൂടെ ഒരു ഹൈഡ്രജനും കൂടി ആഡ് ചെയ്താൽ നമുക്ക്
ആദ്യത്തെ ആൽഡിഹൈഡ് കിട്ടും, അതായത് മെത്തനാൾ. ആൽഡിഹൈഡിൻ്റെ പേരെഴുതുമ്പോൾ AL ആണ് ചേർക്കുക, ആൽക്കഹോളിൻ്റെ പേരെഴുതുമ്പോൾ OL ആണ് ചേർക്കുക. ഇത് മെത്തനാൾ എന്ന് വരാനുള്ള കാരണം എന്താണ്? ഇതിൽ ടോട്ടൽ ഇപ്പോൾ ഒരു കാർബൺ ആണുള്ളത്. മെത്തനാൾ എന്നുള്ളത് IUPAC നെയിമാണ്. കോമൺ നെയിം എന്ന് പറഞ്ഞാൽ ഫോർമാൽഡിഹൈഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്തനാൾ വരച്ച് നോക്കാം. അതിൽ എത്ര കാർബൺ ഉണ്ടാവും? 2 കാർബൺ, CH3 CHO. ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, CH3 C ഡബിൾ ബോണ്ട് O. ഇതാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പിൻ്റെ ഭാഗം. ഈ എഴുതിയിരിക്കുന്നതിൽ ഇതാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇപ്പോൾ ഒരു ആൽഡിഹൈഡ് ആണ്. ഇതിൻ്റെ പേരെന്താണ്? എത്തനാൾ. അതാണ് IUPAC നെയിം. കോമൺ നെയിം എന്ന് പറഞ്ഞാൽ അസറ്റാൽഡിഹൈഡ്. ഇത് പ്രൊപ്പനാൾ ആണ് വരച്ചിരിക്കുന്നത്. 3 കാർബൺ അല്ലേ ഉള്ളത്. ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എപ്പോഴും ഒരു അറ്റത്താണ് വരിക, അതായത് ഒന്നെങ്കിൽ ഈ അറ്റത്ത് അല്ലെങ്കിൽ ഇപ്പുറത്തെ അറ്റത്ത്. അതായത് ഈ നടുക്കുള്ള കാർബണിൽ ആൽഡിഹൈഡ് വരയ്ക്കാൻ പറ്റത്തില്ല. പക്ഷേ ആൽക്കഹോളൊന്നും അങ്ങനെയല്ലായിരുന്നു അല്ലേ? ആൽക്കഹോൾ നമുക്ക് എവിടെ വേണമെങ്കിലും വരയ്ക്കാം. അടുത്ത് നമ്മൾ നോക്കുന്നത് കീറ്റോൺ ഗ്രൂപ്പാണ്. കീറ്റോൺ എന്ന് പറഞ്ഞാൽ CO ആണ്. ആക്ച്വലി ഇത് C ഡബിൾ ബോണ്ട് O ആണ്. അതായത് ഈ കാർബണും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് എന്താണ്? ഡബിൾ ബോണ്ടാണ്. അത് നമ്മൾ ഓർത്തിരിക്കണം. കീറ്റോണിൻ്റെ പേരെഴുതുന്നത് ONE ചേർത്താണ്, അതായത് പ്രൊപ്പനൺ, ബ്യൂട്ടനൺ അങ്ങനെയൊക്കെ വരും. നമുക്ക് പ്രൊപ്പനൺ എഴുതി നോക്കാം. CH3 CO CH3. 3 കാർബൺ ഉള്ളപ്പോഴാണ് പ്രൊപ്പെന്ന് വരിക. കണ്ടോ? ഈ CO എന്ന് പറയുന്നതാണ് കീറ്റോൺ ഗ്രൂപ്പ്. ഇത് വിടർത്തി എഴുതുകയാണെങ്കിൽ CH3 C ഡബിൾ ബോണ്ട് O CH3. എവിടെയാണ് കീറ്റോൺ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്? ഇതാണ്. നമ്മൾ ആൽഡിഹൈഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ആൽഡിഹൈഡ് എപ്പോഴും ഏതെങ്കിലും ഒരു അറ്റത്താണ് വരിക. കീറ്റോൺ അങ്ങനെയല്ല. കീറ്റോൺ എപ്പോഴും ഇടയ്ക്കാണ് വരിക, അതായത് അറ്റത്ത് വരത്തില്ല. ഈ കാർബണിൽ നമുക്ക് കീറ്റോൺ വരയ്ക്കാൻ പറ്റില്ല, ഈ കാർബണിൽ നമുക്ക് കീറ്റോൺ വരയ്ക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറയാം. ഈ കാർബണിൽ കീറ്റോൺ ഗ്രൂപ്പ് വരയ്ക്കാൻ നോക്കുകയാണ്. അതായത് C ഡബിൾ ബോണ്ട് O അല്ലേ? ഞാനൊരു 2 ബോണ്ട് ഇവിടെ നിന്ന് കളഞ്ഞിട്ട് ഒരു C ഡബിൾ ബോണ്ട് O ഇപ്പോൾ ഇടുകയാണെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഇതെന്തായി? C ഡബിൾ ബോണ്ട് Oയും ഒരു H ഉണ്ടല്ലേ ഇവിടെ. അപ്പോൾ ഇത് എന്ത് ഗ്രൂപ്പായി മാറി? ആൽഡിഹൈഡായി മാറി. അതായത് കീറ്റോൺ നമ്മൾ അറ്റത്ത് വരയ്ക്കാൻ നോക്കിയാൽ അത് എന്തായി മാറും? ആൽഡിഹൈഡായി മാറും. അതുകൊണ്ട് തന്നെ കീറ്റോൺ ഇടയ്ക്ക് മാത്രമേ വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെത്തനൺ അല്ലെങ്കിൽ എത്തനൺ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇടയ്ക്ക് എന്ന് പറയണമെങ്കിൽ മിനിമം 3 കാർബണെങ്കിലും വേണ്ടേ? ഇടയ്ക്ക് വരയ്ക്കണം എന്ന് പറയുമ്പോൾ മിനിമം 3 കാർബണെങ്കിലും വേണം. അതുകൊണ്ട് തന്നെ കീറ്റോൺ തുടങ്ങുന്നത് മെത്തനൺ തൊട്ടല്ല, പ്രൊപ്പനൺ തൊട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്യൂട്ടനൺ വരച്ച് നോക്കാം. CH3 C ഡബിൾ ബോണ്ട് O CH2 CH3. ഇതാണ് ബ്യൂട്ടനൺ. നമ്മൾ നേരത്തെ ബ്യൂട്ടാൻ 2 ഓളെന്ന് ആൽക്കഹോളിന് എഴുതിയ പോലെ എന്തുകൊണ്ടാണ് ബ്യൂട്ടാൻ 2 ഓണെന്ന് ഇവിടെ എഴുതാത്തതെന്ന് വെച്ചാൽ കീറ്റോൺ ഗ്രൂപ്പ് ഇടയ്ക്കുള്ള കാർബൺസിലേ വരികയുള്ളൂ. അതായത് ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. ഈ കേസിലാണെങ്കിൽ ഞാൻ നമ്പർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 1 2 3 4. അതായത് സെക്കൻഡ് കാർബണിലാണ് കീറ്റോൺ വരുന്നത്. ഇനി കീറ്റോൺ ഗ്രൂപ്പ് ഈ കാർബണിലാണെന്നിരിക്കട്ടെ, അതാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്പർ ചെയ്യുക എവിടെ നിന്നാണ്? ഇവിടെ നിന്നാണല്ലേ. 1 2 3 4 ഇങ്ങനെയാണ് നമ്പർ ചെയ്യുക. കാരണം എന്താ? ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്ക് ഏറ്റവും ചെറിയ നമ്പർ കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ നമ്പർ ചെയ്യുക. അപ്പോഴും കീറ്റോൺ ഗ്രൂപ്പ് സെക്കൻഡ് കാർബണിലാണ്. അപ്പോൾ 4 കാർബണുള്ള കീറ്റോൺ വരയ്ക്കുകയാണെങ്കിൽ എപ്പോഴും കീറ്റോൺ ഗ്രൂപ്പ് സെക്കൻഡ് കാർബണിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് പിന്നെ സെക്കൻഡ് എന്ന് എഴുതാത്തത്. ബ്യൂട്ടനൺ എന്ന് എഴുതിയാൽ മതി. ഇനി നമ്മൾ നോക്കുന്നത് ഹാലജൻസ് ആണ്. ഹാലോ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹാലജൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ തുടങ്ങിയവയാണ്. ഉദാഹരണത്തിന് മീഥൈൻ എന്താണ്? CH4 ആണ്. ഇതിൽ ഒരു ഹൈഡ്രജന് പകരം ഞാൻ ക്ലോറിൻ ആണ് എഴുതുന്നതെങ്കിൽ ഇതെന്തായി മാറി? ക്ലോറോ മീഥൈനായി മാറി. കോമൺ നെയിം എന്താണ്? മീഥൈൽ ക്ലോറൈഡ്. ഈഥൈൻ ആണ് വരയ്ക്കുന്നത്. അതിൻ്റെ ഒരു ഹൈഡ്രജന് പകരം ബ്രോമിൻ ആണുള്ളതെങ്കിൽ ഇതെന്തായി മാറി? ബ്രോമോ ഈഥൈനായി മാറി. കോമൺ നെയിം എന്താണ്? ഈഥൈൽ ബ്രോമൈഡ്. IUPAC നെയിമിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണേ.